വി.ഡി. സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പറഞ്ഞ വി.ഡി. സതീശൻ സാറിന് ഈ സ്പേസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇവൾ ഇവിടുന്ന് സാറിനെ കാണാൻ വേണ്ടി പോയി സാറിന്റെ കൂടെ ഉള്ള ഫോട്ടോ ഇട്ട് പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും അതിന്റെ അടിയിൽ വന്ന കമന്റ്സുകൾ എല്ലാവർക്കും അറിയാം, മനസ്സിലാക്കാം. വി.ഡി. സതീശൻ സാറിന് അറിയില്ല സാറിന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന സ്ത്രീകൾ എങ്ങനെയാണെന്നുള്ളത്. സാർ അത് മനസ്സിലാക്കിയിട്ട് വേണം സ്ത്രീകൾക്ക് അടുത്താണെങ്കിൽ പോലും നിന്ന് പെരുമാറാനെന്നുള്ള ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പരാതിയിൽ പോലും അവൾ ഇന്നലെ ഈ ഒരു വീഡിയോ മുഖ്യമന്ത്രി നമ്മുടെ വി.ഡി. സതീശൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, സജന ഫിറോസ് ഖാൻ റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള വിഷയം കളിച്ച് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ അരികിൽ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പം കാര്യമായി നമുക്കറിയാം, സരിത എന്ന ഒരു സ്ത്രീ കാരണം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയവും ജീവിതവും തുലച്ചത് നമ്മൾ കണ്ടതാണ്. ഇപ്പം അതേപോലൊരു വിഷയം കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ദിയാസനയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കേസാണ് ഞാൻ ചിന്തിച്ചത്. ഇവിടെ സജന ഫിറോസും അതുപോലെ റസൂലുമായിട്ടുള്ള കുടുംബ പ്രശ്നം എന്ന് പറയാൻ പറ്റത്തില്ല. ചീഞ്ഞളിഞ്ഞ അവിഹിതത്തിൻ്റെ കഥ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തി ഡയറക്റ്റ് പറയാൻ ഇവർ നാട്ടിലൊന്നും പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ അവിടെയൊന്നും പോലീസ് സ്റ്റേഷനൊന്നും ഇല്ലേ? പോലീസ് സ്റ്റേഷനൊന്നും ഇല്ലാത്ത നാട്ടിലാണ് ഇവരൊക്കെ കിടക്കുന്നത്. മുഖ്യമന്ത്രിയെ കണ്ട് ഡയറക്റ്റ് പറയേണ്ട എന്ത് ആവശ്യമാണ് ഇതിനകത്ത് ഉള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉമ്മൻചാണ്ടിയെ തകർക്കാനെ കൊണ്ട് സരിതയെ ഇറക്കി കളിച്ച കളികളൊക്കെ നമുക്കറിയാലോ. ഇതിപ്പം വിഷയം അതുപോലെയൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ദിയാസനയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി. ദിയാസന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിൽ. ഞാനിവിടെ വെച്ച് തരാം. ഈ മാതിരി തീട്ട കേസുകൾ എൻ്റെ പൊന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറേ, നിങ്ങൾ ഇത് എടുക്കരുത്. സീരിയസ് ആയിട്ട് പറയുകയാണ്. സജനയുമായിട്ട് നിൽക്കുന്ന ഈ ഒരു വിഷയത്തിൽ MDMAയും മാരകമായിട്ടുള്ള ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് ദിയാസന വന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തെളിവുകൾ അവരെ കയ്യിൽ നിന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൂഫാൻ്റെ ഭാഗമായിട്ട് എല്ലാത്തിനെയും പിടിച്ചകത്തിടണം. ലഹരി ഉപയോഗിച്ച് നടക്കുന്ന ഇതുപോലെ കുന്തളിച്ച് ഹറാം പറപ്പ് കാണിക്കുന്ന ടീംസിനെ എല്ലാം പിടിച്ച് അകത്തിടുക തന്നെ ചെയ്യണം, അല്ലേ? അപ്പം ഈ ഒരു വിഷയമായിട്ട് സജന ഫിറോസ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഇപ്പോൾ സജന ഫിറോസ് മാറ്റി, ഫിറോസിനെ അടിച്ച് പുറത്താക്കിയല്ലോ. ഓക്കെ, സജന അപ്പം വി.ഡി. സതീശനെ പോയി കണ്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് പിൻ ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, സജന ഫിറോസ് അവിടെ 3 പാരഗ്രാഫായിട്ട് ഒരു കമൻറ്റ് 3 കമൻറ്റുകൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു രാഷ്ട്രീയത്തെ പറ്റിയിട്ട് ABCD പോലും അറിയാത്ത സജന പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് സ്നേഹം തോന്നിയത്, മുഖ്യമന്ത്രിയോട് സ്നേഹം തോന്നിയത്, ഇത് പറഞ്ഞാൽ മുഖ്യമന്ത്രിയോട് എനിക്ക് ഒരു ആദരവൊക്കെ തോന്നി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതൊക്കെ ഒന്ന് വായിക്കാം, അതൊക്കെ വെച്ച് തരാം. അതിലേക്ക് പോകുന്നതിന് മുമ്പേ ദിയാസനയുടെ ഒരു വെളിപ്പെടുത്തൽ. നമുക്കറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പൊളിറ്റിക്സ് പരമായിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഈ വീഡിയോ എടുത്ത് സംസാരിക്കണമെന്ന് തോന്നി. സ്കിപ്പ് ചെയ്യാൻ പറ്റിയ കേസല്ല. ദിയാസന ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് വെച്ചിട്ട് ദിയാസനയുടെ കയ്യിൽ തെളിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വി.ഡി. സതീശൻ സാറിനെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് ഇതിൻ്റെ പുറവിൽ നടക്കുന്നതെന്ന് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സജന ഫിറോസിൻ്റെ പേജിൽ പോയിട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായിട്ടുള്ള നിൽക്കുന്ന ഫോട്ടോ, അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഫേസ് കാണുമ്പോൾ അറിയാം മുഖ്യമന്ത്രി ഗതികേട് കൊണ്ട് ഈ ഒരു കേസ് എടുത്ത് കൂടെ നിന്ന് ഫോട്ടോ എടുത്തേക്കുന്നതാണെന്ന്. മുഖ്യമന്ത്രിയുടെ ഫേസ് കണ്ടാൽ അറിയാം. ഞാൻ ഇവിടെ ഒന്ന് വെച്ച് തരാം, നിങ്ങളത് കണ്ടാൽ മതി. ഞാൻ ഫോട്ടോ ഒക്കെ വെക്കുന്നുണ്ട്, നിങ്ങളത് കണ്ടു നോക്ക്. എന്തായാലും ദിയാസന പറയുന്നൊന്ന് കേൾക്കും. ഉമ്മൻചാണ്ടിയെ കുരുക്കിയതുപോലെ നമ്മുടെ വി.ഡി. സതീശനെ കുരുക്കാനാണ് ഉദ്ദേശമെങ്കിൽ പ്രതികരിക്കും, മക്കളെ പ്രതികരിക്കും. വലിച്ചു കീറി ഒട്ടിച്ച് തന്നെ നമ്മൾ വയ്ക്കും. എയറിൽ തന്നെ ആയിരിക്കും നിങ്ങൾ, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം എന്തായാലും ദിയാസന പറയുന്നതെന്ന് കേട്ടുപോയി. ആദ്യം ഇത് കുടുംബ പ്രശ്നമായിരുന്നു, പിന്നെ ഇത് അവിഹിതത്തിലേക്ക് പോയി, ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് വന്നേക്കുവാണ്. നിങ്ങൾ നോക്കി, രാഷ്ട്രീയത്തിലേക്ക് വന്നേ വി.ഡി. സതീശൻ്റെ അടുത്ത് വരെത്തി. അപ്പോൾ ഇതിൻ്റെ പുറവിൽ വലിയൊരു ഗൂഢാലോചന തന്നെ നടക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറേ, നിങ്ങളൊന്ന് സൂക്ഷിക്കുക കേട്ടോ. ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ അറിയാലോ.
അപ്പോൾ എന്നാലും ദിയാസന പറയുന്നത് കേട്ട് നോക്കേ. ഒരു സ്ത്രീയെ പറ്റിയിട്ട് വന്നിരുന്ന് അവരായിരിക്കും. ഒരു സ്ത്രീയാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇത്രയും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത്. കാരണം ചിറ്റില നിന്ന് ഈ വക അപരാധങ്ങൾ മുഴുവനും ചെയ്തിട്ടേ എല്ലാ സ്ത്രീകളും നല്ലതാണെന്ന് എനിക്ക് അങ്ങോട്ട് കൊട്ട കെട്ടി വെക്കാൻ പറ്റത്തില്ല. ഞാൻ ഫെമിനിസ്റ്റ് തന്നെയാണ്, സ്ത്രീകൾക്കൊപ്പം തന്നെയാണ് നിന്നത്. അതുകൊണ്ടാണ് ആ സ്ത്രീക്കൊപ്പം നിന്നത് ആദ്യം. ബട്ട് പിന്നീട് ആ സ്ത്രീ ഫ്രോഡാണെന്ന് കണ്ടു തന്നെയാണ് അതിൽ നിന്ന് മാറിയിട്ട് അതിന്റെ സത്യസന്ധമായ വശത്തേക്ക് ഞങ്ങളായത്. ഈ പേരും പറഞ്ഞാണ് ഇവിടെ വട്ടിയൂർക്കായിട്ടുള്ള സജു ആയിട്ട് കണക്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രി ഓഫീസിലെ സജിന എത്തുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസിലെത്താണ്. സജിന അവിടെ ചെല്ലുന്നു. സജുവാണ് അതിന്റെ കെയർ ഓഫ്. സജുവിനെ നമ്മളൊരു ചേച്ചിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. സജുവിനോട് ഓൾറെഡി വിളിച്ച് പറഞ്ഞായിരുന്നു ഇവർ ഇത്തിരി പ്രശ്നത്തിലാണ്, ഇവരെ കാര്യത്തിനകത്തൊന്നും ഇൻവോൾവ് ആവില്ലെന്ന് പറഞ്ഞത് കേട്ടിട്ടും സജു എറണാകുളത്ത് ഈ പറഞ്ഞ VD സതീശൻ സാറിന് ഈ സ്പേസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇവൾ ഇവിടുന്ന് സാറിനെ കാണാൻ വേണ്ടി പോയി സാറിന്റെ കൂടെ ഉള്ള ഫോട്ടോ ഇട്ട് പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും അതിന്റെ അടിയിൽ വന്ന കമന്റ്സുകൾ എല്ലാവർക്കും അറിയാം, മനസ്സിലാകാം. VD സതീശൻ സാറിന് അറിയില്ല സാറിന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന സ്ത്രീകൾ എങ്ങനെയാണെന്നുള്ളത്. സാർ അത് മനസ്സിലാക്കിയിട്ട് വേണം സ്ത്രീകൾക്ക് അടുത്താണെങ്കിൽ പോലും നിന്ന് പെരുമാറാനെന്നുള്ള ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പരാതിയിൽ പോലും അവൾ ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന പോലും ദിയാസനയ്ക്ക് എതിരെ പരാതി എന്നാണ്. എനിക്കെതിരെ എന്ത് പരാതി എന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് അവരുടെ അക്കൗണ്ട് ഹാക്കായതിനെതിരെയുള്ള പരാതി അവിടെ തന്നിട്ടുണ്ട് എന്നുള്ളതും ആ അക്കൗണ്ട് ഹാക്കായതിനെതിരെയുള്ള പരാതി നിങ്ങൾ എടുക്കുകയും അതിന്റെ പുറകിൽ അന്വേഷണം നടത്തുകയും പ്രോക്സി അഡ്രസ്സ് വെച്ചിട്ട് അത് അവളുടെ തന്നെ മൊബൈലിൽ നിന്നാണെന്നുള്ളത് പ്രൂവ് ചെയ്യുകയും അവള് ഇല്ലീഗലായിട്ട് ചെയ്ത ഈ ഫ്രോഡ് അലിഗേഷൻ പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിക്കുകയും ഇവൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന രീതിയിൽ വന്നതിനെ പറ്റിയിട്ടും നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊടുക്കണം. കാരണം ഈ ഒരു അവസരത്തെ മുതലാക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ എണ്ണം വന്ന് ഇപ്പൊ തന്നെ എനിക്കെതിരെ തന്ന ഇല്ലീഗൽ സാധനം എന്ന് പറയുന്നത് ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സാധനം വരുമ്പോഴത്തേക്ക് നമുക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു പാനിക് കണ്ടീഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ അന്വേഷണം ഉത്തരവിടുമായിരിക്കും. ചിലപ്പോൾ അന്വേഷിക്കാൻ നമ്മളെ വീട്ടിൽ വരുമായിരിക്കും. ചിലപ്പോൾ നമുക്ക് റെയ്ഡ് ഉണ്ടാവുമായിരിക്കും. പല കാര്യങ്ങളും നമ്മളെ എതിരെ ചെയ്യും. അപ്പൊ നമ്മൾ എന്താവണം? അതിന്റെ പുറകിൽ പാനിക് ആവണം, പ്രശ്നത്തിലാവണം. അതായത് മറച്ച് തിരിച്ച് എന്താ പറയാ ഇപ്പോഴത്തെ സാമൂഹ്യ അവസ്ഥേനെ നമ്മളെയൊക്കെ ഇടയിൽ കൊണ്ടുവന്ന് നമ്മളെയൊക്കെ പിഴിഞ്ഞ് നമ്മളെയൊക്കെ എന്തോ ചെയ്യാമെന്നുള്ള മോഡലാണ് സജിന ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സജുവിനെ പോലെയൊക്കെ ഉള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയാണ്, നിങ്ങളൊക്കെ ഇപ്പം മുഖ്യമന്ത്രിയെ പോലെയുള്ള ആളിന്റെയൊക്കെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ചോദ്യചിഹ്നമാകുന്ന രീതിയിലുള്ള നേതാക്കളെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. വളരെ കൃത്യമായിട്ട് നിങ്ങളോട് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചാണ്. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം മുഖ്യമന്ത്രിയെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എനിക്ക് പറയാതെ വയ്യ. അപ്പൊ അത് ബാക്കിയുള്ള ആൾക്കാരെ അത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം ഫ്രോഡ് കേസുകൾക്കും ഫ്രോഡ് അലിഗേഷൻസിനുമാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ സ്ത്രീയെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ എന്നെ കൊണ്ട്. ഓക്കെ, ദിയാസന പറയുന്ന പോലെ സജി ബ്രോ, നിങ്ങൾ ഇമാതിരി കേസുകൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കുക. നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ എല്ലാ സ്ത്രീകളെയും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എല്ലാ സ്ത്രീകളുടെ കണ്ണീരും റിയൽ അല്ല എന്ന് മനസ്സിലായി എന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞല്ലോ. അതുപോലെ ആയിരിക്കും ഇമാതിരി കേസുകൾ എടുക്കുന്ന സമയത്ത് സജിബ്രോ നിങ്ങളുടെ ഞാൻ പറയുകയാണ്, ഇതുപോലുള്ള കേസുകൾ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അറിയാവുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളെടുത്ത് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചിട്ട് ഈ വിഷയങ്ങൾ സംസാരിക്കുന്നുകൊണ്ടാണ്. അപ്പോൾ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഈ കേസുകൾ എടുക്കുക സജിബ്രോ. കാരണം നമുക്കറിയാം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഒരേ ശബ്ദത്തോടു കൂടി തിരഞ്ഞെടുത്ത് ഒരുപോലെ പ്രതികരിച്ച് ജനങ്ങളുടെ വികാരത്തിൽ തിരഞ്ഞെടുത്തൊരു നമ്മുടെ മുഖ്യനാണ് VD സതീശൻ. അപ്പോൾ പുള്ളിക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്ന രീതിയിൽ, പുള്ളിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലുള്ള തീട്ട കേസുകൾ എടുക്കല്ലേ സജി ബ്രോ. ഞാനുള്ള കാര്യം സീരിയസ് ആയിട്ട് ഞാൻ പറയുവാണ്. കാരണം അത്രമാത്രം നമുക്ക് VD സതീശൻ സാറിനോടൊരു സ്നേഹമുള്ളതുകൊണ്ടാണ്. VD സതീശൻ സാറിന് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാനും. ഓക്കെ, അപ്പം ഇനി ഇത് ഞാൻ ദിയാസന പറയുന്നുണ്ട് തെളിവ് കയ്യിലുണ്ടെന്ന്. ദിയാസന പറയുന്നത് തെളിവ് കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ആര് ചോദിച്ചാലും തെളിവ് തരാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ സജിന ഫിറോസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. അപ്പം സജിന ഫിറോസ് അതിനകത്ത് മുഖ്യമന്ത്രി VD സതീശനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിക്കുന്നത്. എന്നിട്ട് സജിനയുടെ പോസ്റ്റുകളും ഞാൻ ഇവിടെ വെച്ച് തരാം. ഇത് VD സതീശൻ സാറിനുള്ള പണിയാണെങ്കിൽ ശരിക്കും ഒന്നും പറയാനില്ല, ജനങ്ങളെല്ലാം കൂടെ ഇറങ്ങും അങ്ങോട്ട് കേട്ടോ. എന്തായാലും സജിന പറയാവുന്ന കാര്യങ്ങളോട് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും
DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സർ, നാളിതുവരെ ഞാൻ ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വന്ന് പബ്ലിക്കിലൊരു വീഡിയോ ആവട്ടെ, പോലീസ് സ്റ്റേഷനിലാവട്ടെ, ഓപ്പറേഷൻ തൂഫാനായിട്ടുള്ള അവരുടെ കോണ്ടാക്റ്റിലാവട്ടെ, ഇതിലെല്ലാം ഞാൻ വിളിച്ച് ഒരു വ്യക്തിമായ ഒരു വ്യക്തി വിളിച്ച് തെളിവ് സഹിതം കേരളത്തിലെ നമ്പർ 1 വനിതാ ഡീലറായ ദിയാസനയ്ക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. നാളിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അവരെ ചെക്ക് ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് സർ. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ പേരിലും കുറേ അലിഗേഷൻ വരുന്നുണ്ട്, ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സർ, എന്നെയും പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് എനിക്ക് വേറൊരു മാർഗമില്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാറിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ ഞാനൊരു വിക്റ്റിമാണ്. എൻ്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15 കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ദിയാസനയും ഒരു പയ്യനും കൂടി ഈ MDM യൂസ് ചെയ്തത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു പേടിച്ച് വല്ലാത്ത അവസ്ഥയിൽ നിന്നും അത് എങ്ങനെ ഡീല് ചെയ്യണമെന്ന് എനിക്കറിയാതെ എങ്ങനെങ്കിലും ഇവരെ പറഞ്ഞയച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നിന്നപ്പോൾ പോലും എന്നെയും നിർബന്ധിച്ചു. എൻ്റെ കൂടെ ബിഗ് ബോസ് താരമായിട്ടുള്ള കുറച്ച് അവരെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. ഞാനതിന് തടസ്സം പറഞ്ഞു, എതിര് പറഞ്ഞു, ഞാൻ മാറി. അതിനുശേഷം അന്ന് അങ്ങനെ അങ്ങ് പോയി അവർ. അതിനുശേഷം വീണ്ടും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് കുറച്ച് പേര് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെതിരെ ഞാൻ എതിർത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് ദേഷ്യവും എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോസും വോയിസ് റെക്കോർഡും എല്ലാം വെളിയിലിട്ട് ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുമെന്നുള്ള കുറേ ഭീഷണിയുമായിട്ടാണ് അവർ വന്നത്. ദയവ് ചെയ്ത് സാർ, ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ സാർ ഞങ്ങൾ രണ്ടുപേരെയും പരിശോധിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ വനിതാ ഡീലറിനെ ആയിരിക്കും സാർ ഇത് കാരണം നമ്മളുടെ കേരളത്തിന് തന്നെ കിട്ടുന്നത്. സർ, ഇതുപോലത്തുള്ള തെളിവ് സഹിതം വന്ന് ഒരു വിക്റ്റിമായ ഒരാൾ വന്ന് പറയുമ്പോൾ അത് നിയമ നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സർ നിങ്ങളോട്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് നടത്തുന്ന നമ്മളുടെ കേരളത്തിനായാലും മറ്റൊരു മാതൃകയാവണം സാർ ഇത് തെളിവ് സഹിതം പുള്ളിക്കാരിയെ ചെക്ക് ചെയ്താൽ പുള്ളിക്കാരി ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും അവരെ അറസ്റ്റ് ചെയ്താൽ തെളിഞ്ഞതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്താൽ പല ഡീലേഴ്സിനെയും പൊക്കാമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കാവട്ടെ പല നല്ല ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സർ ഇത് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് ഞാൻ എൻ്റെ അവസാന വീഡിയോ ആയിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കാൻ ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം കഴിയുന്ന, എന്നാൽ ഒരു പെണ്ണിനെ കൊണ്ട് കഴിയുന്ന ഒരു വിക്റ്റിമായ ഒരാൾ ഇതിന് മാക്സിമം ഞാൻ സംസാരിച്ചിട്ടുണ്ട് സർ. ഇനിയെങ്കിലും ഞാൻ ഇത് നിങ്ങൾ നിയമപടി എടുക്കുമെന്ന്, ഈ നാടിനെ നന്നാക്കുമെന്നും ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ച് അതിനെ നിയമവശമായി കൊണ്ടുവരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ സംസാരിക്കുന്ന സംസാരം പോലും എന്നെ ഇപ്പോൾ ഭ്രാന്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. അതുപോലെ തന്നെ എനിക്കും പേടിയുണ്ട് സാർ. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവെക്കുമോ, വീട്ടുകാർക്ക് അപകടം വരുമോ, എനിക്ക് ഭയങ്കര പേടിയുണ്ട് സാർ. അതുകൊണ്ട് ദയവായി സാർ നിങ്ങളൊരു നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സാർ. സജന ഇതുപോലെ ദിയാസനയ്ക്കെതിരെയും അലിഗേഷൻ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, തെളിവാണ് മുഖ്യം. ദിയാസന പറയുന്നുണ്ട് തെളിവ് തരാം. അതുപോലെ സജന പറയുന്നുണ്ട് ദിയാസന ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തെളിവ് കാണിക്കണം, തെളിവുമായിട്ട് വരണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയാസന ഈ തൂഫാനെതിരെയൊക്കെ ആയിട്ട് അതിശക്തമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം അങ്ങനെ ഒരാൾ ഇതിലേക്ക് പോകുമെന്നാണ് എനിക്കൊരു ഡൗട്ട്. ഇതിലോട്ട് അങ്ങനെ ഒരാൾ പോകും. നമ്മളിതിനകത്ത് ശക്തമായിട്ട് ഇതിനകത്ത് സംസാരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു മൈൻഡുള്ള ആളായിരിക്കും. ഇല്ല, ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിലും മിണ്ടാതെ വായും കുത്തിയിരിക്കത്തേ ഉള്ളൂ അല്ലേ. ലഹരിക്കെതിരെ പോരാടുന്ന ലഹരി ഇതിനോട് പോരാടണം, ഇതിനെ ഇവിടുന്ന് തുടച്ച് നീക്കണം എന്നുള്ള ആളുകളെ പബ്ലിക്കിൽ വന്ന് സംസാരിക്കും. ഞാനും സംസാരിച്ചിട്ടുണ്ട്. ഞാനും ഈ പറഞ്ഞിട്ടുള്ള ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളല്ല, അപ്പോൾ ഒരു സിഗരറ്റ് പോലും ഉപയോഗിക്കുന്ന ആളല്ല. അപ്പോൾ എന്തായാലും തെളിവ് വേണം, തെളിവാണ് മുഖ്യം ബിഗിലെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സജന ഫിറോസിൻ്റെ ഫാമിലി വിഷയം ഇതിലൂടെ ഇപ്പോൾ ഫിറോസ് ഖാനും അതുപോലെ റസൂലുമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങ് മാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വേറെ തലത്തിലോട്ടാണ് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാനത് പറഞ്ഞ രാഷ്ട്രീയം വരെ എത്തി നിന്നു. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. രാഷ്ട്രീയത്തിലോട്ട് ഈ വിഷയം വന്നുകൊണ്ടാണ് ഇത് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്.
കാരണം മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ ഇത് വന്നു. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിക്ക് ഇട്ടുള്ളൊരു പണിയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. റിയാസ് അന്നയുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഓക്കെ, എന്തായാലും ഞാനിവിടെ സജിന ഇട്ടേക്കുന്ന മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് സജിന ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കണ്ണീരിൻ്റെ ഭാഷ മനസ്സിലാക്കിയത് ഒരു മുഖ്യമന്ത്രിയല്ല, ഒരു സഹോദരനായിരുന്നു. ഞാനൊരു കാര്യം വിട്ടെ, ഇവരുടെ ഫാമിലി വിഷയങ്ങൾ സംസാരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ ജോലിയുണ്ട്, എന്തൊക്കെ പണിയുണ്ട്. നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ പിന്നെ എന്തിനാണ് തുറന്നു വെച്ചേക്കുന്നത്? നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാതെ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി ഈ ഒരു പരാതി കൊടുത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു സഹോദരനായിരുന്നു ഞാൻ. തളർന്നു നിന്ന നിമിഷങ്ങളിൽ സൈബർ ആക്രമണങ്ങളാലും വ്യാജ ആരോപണങ്ങളാലും വേദനിച്ച ഒരു ഫയലായോ പരാതിയായോ കാണാതെ ഹൃദയത്തോടെ കേട്ട ഒരാൾ. ഞാൻ നേരിട്ട വേദനയും അനീതിയും മനസ്സിലാക്കി എനിക്ക് നീതി ലഭിക്കാൻ കൂടെ നിന്ന് ആ കരുതലും പിന്തുണയും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. നന്ദി പറയാൻ വാക്കുകൾ തേടുമ്പോഴും ഹൃദയം നിറയുന്നത് കണ്ണീര് കൊണ്ടാണ്. എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഇതുവരെ ഇപ്പോൾ ഫാമിലി വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് റസൂലിൻ്റെ കാര്യം എന്തുകൊണ്ട് പറയുന്നില്ല? ഇവിടെ റസൂലിന് ഒരു കുടുംബമുണ്ട്, വൈഫുണ്ട്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള അവരെയൊക്കെ വേദനകൾ എന്തുകൊണ്ട് സജിന കാണുന്നില്ല? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ, ഹൃദയത്തിൽ ആഴത്തിൽ നിന്നാണ് ഞാൻ ഈ വാക്കുകൾ എഴുതുന്നത്. ഇത് ഒരു രാഷ്ട്രീയ നേതാവിനുള്ള സന്ദേശം മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളിൽ കരുതലും പിന്തുണയും അനുഭവിച്ച ഒരു മനുഷ്യരോടുള്ള നന്ദിയുള്ള വാക്കുകളാണ്. ജീവിതത്തിൽ ചില സമയങ്ങൾ വരും, നമ്മൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയതായി തോന്നുന്ന സമയങ്ങളിൽ ചുറ്റുമുള്ളവർ പോലും തെറ്റിദ്ധരിക്കുകയും ആരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും നമ്മെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയങ്ങൾ അത്തരമൊരു ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇതുപോലെ 3 കമൻറ്റുകൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സജിന. ഓക്കെ, അതിനകത്ത് രാഷ്ട്രീയത്തെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. രാഷ്ട്രീയം ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ്. പിന്നെ രാഷ്ട്രീയമായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു ഇത് തോന്നി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതൊന്നും വായിക്കുന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർ സജിനയുടെ ഇതിലെത്തി ചെന്നിട്ട് കയറി വായിച്ചാൽ മതി. എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഒരു കമൻറ്റ് ഞാൻ വായിക്കാം കേട്ടോ. ജിബിന കബീർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി, പ്രിയപ്പെട്ട CM, ഒരു മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുകയല്ല, ഒരു സഹോദരനോടുള്ള സ്നേഹ ശ്വാസനയാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇങ്ങനെയുള്ളവരെ ഒരു കൈ അകലത്തിൽ നിർത്തുന്നതാണ് സാറിനും സാറിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും നല്ലത്. ശരിയെന്ന് തെറ്റേതെന്നും നമുക്കറിയില്ല. രണ്ടുപേരും പറയുന്നത് കേൾക്കാനല്ലേ പറ്റുകയുള്ളൂ. ശരിയല്ലേ? ഇതിനകത്ത് വീണ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ. ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് മഞ്ജു സുനിൽ, ഞാൻ താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാളല്ല. വി ഡി സതീശനോടാണ് പറയുന്നത് മുഖ്യമന്ത്രി. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പറയുന്നു, താങ്കൾ സൂക്ഷിക്കണം. ഈ ഫോട്ടോകൾ പോലും ദുരുപയോഗം ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. അടുത്തൊരു കമൻറ്റ്, രാജ് കിഷോർ എന്ന് പറഞ്ഞത്, ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ട പരാതി അത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഇനി അത്രയും മുകളിൽ പരാതി കൊടുത്തു എന്ന് കാണിച്ചു ഇതിൽ ഇൻവോൾവ് ആയവരെ ഭയപ്പെടുത്താനാണോ? അല്ലെങ്കിൽ ഒരു വക്കീൽ മുഖാന്തരം കോടതിയിൽ പെറ്റീഷൻ കൊടുക്കാമല്ലോ. ഡസ് നോട്ട് ലുക്ക് like justice as the primary motive here. It is much more than that after everything got exposed. ഇത് ഞാൻ അടുത്തൊരു കമൻറ്റ്, ഇത് എന്തിന് പോസ്റ്റ് ചെയ്യുന്നു? ആര് ചെന്നാലും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുവാൻ പറ്റും. ജനപ്രിയൻ ആയിട്ടുള്ള മുഖ്യനായതുകൊണ്ട് കടക്ക് പുറത്തെന്ന് പറയില്ല. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകും. നിയമപരമായി നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇതുപോലൊരു ഡൗട്ട്, കമൻറ്റ് സെക്ഷൻ മൊത്തവും ഇതുപോലെ ഉള്ള ഡൗട്ട്സുകളാണ്. ആ ഒരു ഡൗട്ട്സാണ് എനിക്കും തോന്നിയത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, പറയണമെന്ന് തോന്നി. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശനെ ഉമ്മൻചാണ്ടിയെ പോലെ കുരുക്കാനാണെങ്കിൽ അത് നടക്കത്തില്ല. അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ് ഇപ്പം കേരളത്തിലുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിനെ പറ്റിയിട്ട്. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള വിഷയങ്ങൾ ഇനി നമുക്ക് സംസാരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.